ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഊബ്ലക്ക് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും പോയിട്ട് പാർട്ട് 1 ഈ ഷോർട്സിൻ്റെ പാർട്ട് 1 കാണുക, എന്നിട്ട് പാർട്ട് 2 കാണട്ടെ. കാണാത്തവർ അതിലൊരു ഫുഡ് ഉണ്ടാക്കണതാണ്. അത് കുഞ്ഞു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റും. 3 സാധനങ്ങൾ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കണതുണ്ട്. ഫുഡ് ഉണ്ടാക്കണതല്ല, ഫുഡ് കഴിക്കണത്. അത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാം കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ട്, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് രസമില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തു, രസമുണ്ടോ ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനിപ്പോൾ എന്താ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് പാർട്ട് 1 കാണേണ്ട ആവശ്യമില്ലല്ലോ, പാർട്ട് 2 തന്നെ കണ്ടാൽ പോരെ. അപ്പോൾ ഇന്നത്തത് ഞാൻ ഊബ്ലക്ക് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാണ്. ഞാൻ ഉണ്ടാക്കുന്ന ടൈമിലൊക്കെ മറക്കുന്നുണ്ട്. പാർട്ട് 2 നിങ്ങൾ ആദ്യം പോയി പാർട്ട് 1 കാണും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഊബ്ലക്ക് ഞാൻ കാണിച്ചു തരാം. എൻ്റെ സിസ്റ്റർ ഉണ്ട് എൻ്റെ കൂടെ. ഞാൻ എൻ്റെ ഊബ്ലക്ക് കാണിച്ചു തരാം. ഇതാണ് ഊബ്ലക്ക്. ഇത് ഊബ്ലക്കാണെന്നൊന്നും പറയില്ല, പക്ഷേ എനിക്ക് ഊബ്ലക്കായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഊബ്ലക്ക് നല്ല ഇങ്ങനെ ഒരു ഊബ്ലക്കാണിത്. കണ്ടോ, ഇത് ഇങ്ങനെ 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 കുത്തിക്കഴിഞ്ഞാൽ ആ കുത്തില്ല, അവിടെ തന്നെ നിൽക്കുന്നില്ല. അതൊന്നും ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മളെ കൈമത്രല്ലായിട്ടുള്ളൂ ഇത്ര. കണ്ടോ, ഇനി അതിലൊന്ന് വെച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾ നിങ്ങൾ ഞെട്ടിപ്പോട്ടോ. ഇതാണ് അതിൽ വെച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ. അപ്പം മനസ്സിലായില്ലേ ഊബ്ലക്കിൻ്റെ പവർ. നമ്മൾ അമർത്തി, അതാണ് ഊബ്ലക്കിൻ്റെ പവർ. കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഞാൻ ഇതിന് പിന്നെ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. എന്താ നോക്കിയാൽ കൈ നല്ല മാൽറ്റീസ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഊബ്ലക്ക് അങ്ങനെ തന്നെയല്ലേ, മാൽറ്റീസ് ആയിട്ട് തന്നെയല്ലേ പോവാം. അപ്പോൾ ഇതാക്കണ്ടോ, ഒരു ഒട്ടിപ്പിടിച്ച ക്ലേ പോലെ ആയിട്ട് ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഊബ്ലക്ക്. ഇനി ഞാൻ വേറൊരു സാധനം കാണിച്ചത്. ഊബ്ലക്ക് ഉണ്ട്. ഇനി ഞാനൊരു സാധനം കാണിച്ചിട്ട്, ജെല്ലി മുട്ടായിയാണ്. അത് ഞാൻ പാർട്ട് 1 പറഞ്ഞ ആ ജെല്ലി മുട്ടായിയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഡ്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജെല്ലി മുട്ടായി തുറക്കണം. ഈ 2 എണ്ണം ഞാൻ ഒപ്പം കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ തുറന്നിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ജെല്ലി മുട്ടായി. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഈ റെഡിൻ്റെ തലയും ഈ ഗ്രീനിൻ്റെ ബോഡിയും കൂടെ അറ്റാച്ച്ഡ് ആക്കി കഴിച്ചേക്കാം. അത് ഞാൻ അങ്ങനെ ആക്കട്ടെ കേട്ടോ. ഇത്രയും നേരം ഞാൻ റെഡിനെയാണ് കാണിച്ചത്, ഗ്രീൻ കുട്ടപ്പനെ ഞാൻ കാണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പിന്നെ ഇനി ഇതാ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് കഴിക്കാം. ബൈ ബൈ. നമുക്ക് ദോശ